കാര്യം പറയുമ്പോ എന്തിനാ അന്താരാഷ്ട്രത്തിലേക്ക് ഓടുന്നത്? മനുഷ്യന്റെ കഥ എല്ലായിടത്തും ഒന്നാണടാ. മനുഷ്യന്റെ കഥ ലോകത്തെവിടെയും ഒന്നാണ് പ്രഭാകര. സന്ദേശ സിനിമയിൽ ശ്രീനിവാസൻ ഇത് പറയുമ്പോൾ നമ്മളൊക്കെ ചിരിച്ചു. ഇവിടുത്തെ കാര്യം പറയുമ്പോൾ എന്തിനാടാ ഈ അന്താരാഷ്ട്ര രാഷ്ട്രീയം പറയുന്നത് എന്ന ജയറാമിന്റെ ചോദ്യം തന്നെയായിരുന്നു അന്നത്തെ നമ്മുടെ ചോദ്യവും. പക്ഷെ ഇന്ന് ആ ചിരി മാറി നമ്മൾ കാര്യമായി ചിന്തിച്ചു പോവുകയാണ്. കാരണം എവിടെയോ കിടക്കുന്ന ഇറാനും ഇസ്രായേലും തമ്മിലും തുടക്കിയപ്പോൾ ചൂടാകുന്നതോ നമ്മുടെ നാട്ടിലെ അടുക്കളകളാണ്. ഹോർമസ് കടലിടുക്കിൽ ഇറാൻ ഒന്ന് കണ്ണുരുട്ടിയപ്പോൾ ഇന്ത്യയിലേക്കുള്ള ഗ്യാസ് വരവ് താളം തെറ്റിയിരിക്കുകയാണ്. പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് കേരളത്തിൽ ഒരു സിലിണ്ടർ ബുക്ക് ചെയ്താൽ കിട്ടാൻ 45 ദിവസമെങ്കിലും എടുക്കും. അതായത് പണ്ട് നമ്മൾ റേഷൻ കടയിൽ വരി നിന്ന കാലത്തേക്ക് തിരിച്ചു പോവുകയാണോ എന്ന് തോന്നിപ്പോകും. പക്ഷേ പരാതി പറഞ്ഞ് പട്ടിണിക്കിരിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. ഗ്യാസ് സിലിണ്ടറിനെ മാത്രം വിശ്വസിക്കാതെ നമ്മുടെ അടുക്കളയെ എങ്ങനെ സ്മാർട്ടാക്കാം? ഗ്യാസിന് പകരക്കാരനാകാൻ 7 കിടിലൻ വഴികളിതാ. ആദ്യത്തേത് ഇൻഡക്ഷൻ കുക്കറുകൾ. ഏറ്റവും സ്പീഡിൽ പണി തീർക്കണോ എങ്കിൽ ഇൻഡക്ഷൻ തന്നെ ബെസ്റ്റ്. വൈദ്യുതി ചാർജ് കൂടുമെന്ന് പേടിക്കേണ്ട. ഇന്നത്തെ ഗ്യാസ് വില വെച്ച് നോക്കുമ്പോൾ ഇത് ലാഭകരമാണ്. ഒരു ഗുണം കൂടിയുണ്ട്, ചൂട് പുറത്തേക്ക് വരില്ല. അതുകൊണ്ട് ഫാൻ ഇട്ടിരുന്ന് വിയർക്കാതെ സുഖമായി പാചകം ചെയ്യാം. രണ്ടാമത്തേത് പുകയില്ലാത്ത അടുപ്പുകൾ. വിറകടുപ്പിലെ ചോറിനും കറിക്കും ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലേ. പക്ഷേ പുകയും കറിയും പേടിച്ച പലരും അത് മാറ്റിവെച്ചു. എന്നാൽ ഇനി പേടിക്കേണ്ട, സ്മോക്ക്ലെസ് അടുപ്പുകൾ ഇപ്പോൾ വിപണിയിലുണ്ട്. സാധാരണ അടുപ്പിനേക്കാൾ 60% വിറക് കുറച്ചു മതി എന്നതുകൊണ്ട് പോക്കറ്റും കിറില്ല, വീടും വൃത്തികേടാവില്ല. അടുത്തതായി ഇലക്ട്രിക് റൈസ് കുക്കറുകൾ. മലയാളിയുടെ അടുക്കളയിൽ ഏറ്റവും കൂടുതൽ ഗ്യാസ് കുടിക്കുന്നത് ചോറ് വേവിക്കാനാണ്. റൈസ് കുക്കറിലാണെങ്കിൽ അരിയിട്ട സ്വിച്ച് ഇട്ടാൽ പരിപാടി കഴിഞ്ഞു. വെന്ത് കഴിഞ്ഞാൽ അത് തനിയെ വാ മോഡിലേക്ക് മാറും. ചോറ് കരിയുമെന്ന പേടിയും വേണ്ട, ഗ്യാസ് നമുക്ക് ലാഭിക്കുകയും ചെയ്യാം. അടുത്തതായി മൈക്രോവേവ് ഓവനുകൾ. തണുത്തുപോയ ഭക്ഷണം ഓരോ തവണയും ഗ്യാസിൽ വെച്ച് ചൂടാകുന്നത് വലിയ ഊർജ്ജ നഷ്ടമാണ്. സെക്കൻഡുകൾക്കുള്ളിൽ ഭക്ഷണം ഫ്രഷ് ആയി ചൂടാക്കാൻ ഓവൻ ശീലമാക്കും. സിലിണ്ടറിന്റെ ആയുസ് കുറച്ചുകൂടി നീട്ടാൻ ഇത് സഹായിക്കും. അടുത്തതായി ബയോഗ്യാസ് പ്ലാന്റുകൾ. അല്പം മുറ്റമോ സ്ഥലമോ ഉള്ളവർക്ക് പറ്റിയ ഒന്നാണിത്. വീട്ടിലെ വേസ്റ്റുകൾ ഇതിലേക്ക് ഇട്ടാൽ മതി. ഫ്രീ ആയി ഗ്യാസ് കിട്ടും. മാലിന്യ പ്രശ്നവും തീരും, ഗ്യാസ് ബില്ലും പകുതിയാക്കാം. ലാഭം ഡബിൾ ആണ്. അടുത്തതായി സോളാർ കുക്കറുകൾ. നല്ല വെയിൽ കിട്ടുന്ന വീടാണോ നിങ്ങളുടേത് എങ്കിൽ സൂര്യൻ തരട്ടെ ഊർജം. ഇന്ധന ചെലവ് 0. പകൽ സമയത്തെ പാചകത്തിന് ഇതിനും മികച്ചൊരു വഴി വേറെയില്ല. അടുത്തതായി കറിയടുപ്പുകൾ. വിറക് ശേഖരിക്കാൻ പ്രയാസമുള്ളവർക്ക് കറിയടുപ്പുകൾ നോക്കാം. വിറകിനേക്കാൾ കൂടുതൽ സമയം ചൂട് നിൽക്കും. സാവധാനം വേവിക്കേണ്ട വിഭവങ്ങൾക്കും ഗ്രില്ല് ചെയ്യാനുമൊക്കെ ഇത് സൂപ്പറാണ്. അപ്പോൾ ലോകം മാറുകയാണ്, കൂടെ അന്താരാഷ്ട്ര രാഷ്ട്രീയവും. ഇറാനും ഇസ്രായേലും തമ്മിൽ വഴക്കിടുമ്പോൾ നമ്മുടെ അടുക്കളയിൽ തീ പുകയാതിരിക്കാൻ നമുക്ക് ഈ സ്മാർട്ട് വഴികൾ ഒന്ന് പരീക്ഷിച്ചാലോ? ഏത് രീതിയാണ് നിങ്ങളുടെ അടുക്കളയിൽ അടുത്തതായി വരാൻ പോകുന്നത്?